Hi students, welcome back. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്നൊന്ന് നോക്കാം. According to the Newton's law of motion, the force depends on the rate of change of momentum. ന്യൂട്ടൺ ലോ ഓഫ് മോഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെ, എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ള കേസാണ്. ഓക്കെ, സ്റ്റേറ്റ് വെദർ ദ ഫോഴ്സ് ഈസ് എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ. ഓക്കെ, അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇന്റേണൽ ഫോഴ്സ് ആണോ എക്സ്റ്റേണൽ ഫോഴ്സ് ആണോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഒരു ബോഡിയുടെ മൂവ്മെന്റിന് കാരണം എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുന്ന ഫോഴ്സ് ആണോ ഇന്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് ആണോ? എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ ഒരു വണ്ടിയുടെ അകത്ത് കയറി ഇരുന്നിട്ട് അതെന്ത് ചെയ്യാണ്, അതിനെ തള്ളുകയാണെങ്കിൽ ആ വണ്ടി നീങ്ങില്ല. പക്ഷെ പുറത്ത് വന്നിട്ട് നമ്മൾ തള്ളുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിനൊരു മൂവ്മെന്റ് ഉണ്ടാവും ആണല്ലോ. അപ്പൊ ഇന്റേണലി ഉള്ളിൽ കയറി ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ മൂവ് ചെയ്യിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. അപ്പൊ ഇന്റേണൽ ആയിട്ട് ഇരുന്ന് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ബോഡിയെ മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റില്ല. എക്സ്റ്റേണൽ ഫോഴ്സിനെയാണ് ബോഡിയെ മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന സ്റ്റേറ്റ് വെദർ ദ ഫോഴ്സ് ഈസ് എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ എന്നാണ്. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം, എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് അല്ലെ. എക്സ്റ്റേണൽ ഫോഴ്സ് ആണ് എന്തിനെ പ്രൊവൈഡ് ചെയ്യുക, മൊമെന്റത്തിന് ചേഞ്ച് ഉണ്ടാക്കുക. എന്താണ് റീസൺ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെന്ന് പറയാം, എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെ, ഇന്റേണൽ ഫോഴ്സ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ചേഞ്ച് ഇൻ മൊമെന്റം, അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, ഇന്റേണൽ ഫോഴ്സ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി ചേഞ്ച് ഇൻ മൊമെന്റം. എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രമേ എന്തുണ്ടാക്കുള്ളൂ, ചേഞ്ച് ഇൻ മൊമെന്റം ഉണ്ടാക്കുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഹാപ്പൻസ് ടു ദ ലീനിയർ മൊമെന്റം വെൻ ഫോഴ്സ് ഈസ് ആബ്സെന്റ്. ഫോഴ്സ് ആബ്സെന്റ് ആണെങ്കിൽ ലീനിയർ മൊമെന്റത്തിന് എന്താണ് സംഭവിക്കുക? നമുക്ക് അറിയാവുന്ന എക്സ്പ്രഷൻ ആണ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എന്താണ്, ഡി പി ഡിവൈഡഡ് ബൈ ഡി ടി ആണ് അല്ലെ. ഫോഴ്സ് ആബ്സെന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ അല്ലെ, ഫോഴ്സ് സീറോ ആണ്. അപ്പൊ സീറോ ഈക്വൽ ടു ഡി പി ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തെന്ന് പറയാം, പി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് നമുക്ക് പറയാം അല്ലെ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ മൊമെന്റം എന്താണ്, ലീനിയർ മൊമെന്റം ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് അല്ലെ. കൺസർവേഷൻ ഓഫ് മൊമെന്റോ അത് തന്നെയാണ് പറയുന്നത്. പല പ്രാവശ്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളതാണ്. സ്റ്റേറ്റ് ദ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ബോഡി ഇസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഈക്വൽ ടു, ഫോഴ്സ് സീറോ ആണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഈക്വൽ ടു സീറോ. അങ്ങനെയാണെങ്കിൽ ലീനിയർ മൊമെന്റം എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോ ഫോഴ്സ് ആബ്സെന്റ് ആണെങ്കിൽ ലീനിയർ മൊമെന്റത്തിന് എന്താണ് അല്ലെ, ഫോഴ്സ് ആബ്സെന്റ് ആണ്. അപ്പൊ ലീനിയർ മൊമെന്റം എന്തായിരിക്കും, ലീനിയർ മൊമെന്റം ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, അത്രയും എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഓക്കെ, ഇനി ഞാൻ അടുത്ത പറയുന്ന നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ why it is more difficult to rotate a stone by tying it with a longer string than that of the shorter string. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോൺ അല്ലെ, ആ സ്റ്റോണിനെ നമ്മൾ ചെറിയൊരു സ്ട്രിങ്ങിൽ എന്ത് ചെയ്യാണ്, കൊണ്ടിരുന്ന ടൈ ചെയ്തു. എന്നിട്ട് നമ്മൾ അത് വേൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, ഇങ്ങനെ കറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈസി ആയിട്ട് നമുക്ക് കറക്കാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷേ ഇതിന് എന്ത് ചെയ്യണം, നമ്മൾ ഒരു ലോങ് സ്ട്രിങ് ആണ് എടുത്തിരിക്കുന്നത്, വളരെ വലിയൊരു സ്ട്രിങ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ അല്ലെ, ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന വളരെ വലിയൊരു സ്ട്രിങ് ആണ് അല്ലെ, അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്, നമുക്ക് അതിനെടുത്ത് കറക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പൊ റൊട്ടേറ്റ് ചെയ്യിക്കാൻ എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടെന്നുള്ളത് നമുക്ക് ഇങ്ങനെ പറയാം. ടോർക്ക് അല്ലെ, റൊട്ടേഷണൽ എഫക്ട് ഓഫ് ഫോഴ്സ് ആണ് ടോർക്ക് എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ വരുന്നതല്ല, റൊട്ടേഷണൽ മോഷന്റെ ചാപ്റ്ററിൽ വരുന്നതാണ്. പക്ഷെ ഈ ക്വസ്റ്റ്യന്റെ കൂടെ വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ ടോർക്ക് എന്ന് പറയുന്നത്, ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, ആർ ക്രോസ് എഫ് ആണ്. റൊട്ടേഷണൽ എഫക്ട് ഓഫ് ഫോഴ്സ്, ഫോഴ്സിന്റെ റൊട്ടേഷണൽ എഫക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ടോർക്ക് എന്ന് പറയാം. ഈ ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ് അതിന്റെ ഇക്വേഷൻ. ഇവിടെ എന്താണ്, ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. ആർ ഇൻക്രീസ് ചെയ്യും തോറും ടോർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ടോർക്ക് ഇൻക്രീസ് ചെയ്യും അല്ലെ.
അപ്പൊ ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്തോറും അതിനെ എന്ത് ചെയ്യും, എടുത്ത് റൊട്ടേറ്റ് ചെയ്യിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കൂടുതൽ എമൗണ്ട് ഓഫ് ഫോഴ്സ് കൊടുക്കേണ്ടി വരും അല്ലെ. കുറച്ച് ഫോഴ്സ് കൊടുക്കേണ്ട സ്ഥലത്ത് ഇപ്പൊ എന്താണ്, ലെങ്ത് ഓഫ് ദ സ്ട്രിങ് അങ്ങ് ഇൻക്രീസ് ചെയ്തപ്പോഴത്തേക്കും ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് കൊടുക്കേണ്ട വരുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുക, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് അല്ലെ. ഡിഫിക്കൽട്ട് എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ, ഒത്തിരി ഫോഴ്സ് കൊടുക്കേണ്ടി വരുമ്പോഴാണ് ഡിഫിക്കൽട്ട് എന്ന് പറയുക. ഓക്കെ, അപ്പൊ കാരണം മനസ്സിലായല്ലോ. വെൻ ആർ ഇൻക്രീസസ് ആർ അല്ലെ ടോർക്ക് ഇൻക്രീസസ്. ടോർക്ക് ഇൻക്രീസ് ചെയ്യാൻ കാരണം ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. വെക്ടർ ടോ ഈസ് ഈക്വൽ ടു വെക്ടർ ആർ ക്രോസ് വെക്ടർ എഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റൊട്ടേഷണൽ ഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ അനുസരിച്ച് ആർ ഇൻക്രീസ് ചെയ്താൽ ടോർക്ക് എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. ടോർക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും അല്ലെ, വളരെ ഡിഫിക്കൽട്ട് ആണ്, ലാർജ് ഫോഴ്സ് ആണ് അവിടെ വേണ്ടി വരിക. അപ്പൊ ആ കേസ് നമുക്ക് അവിടെ അങ്ങനെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത കേസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. Motion of a particle of mass m is described by y is equal to ut plus half gt square. Find the force acting on the particle. നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ആണ് y is equal to ut plus half gt square എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് കാണേണ്ട എന്താണ്, ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പാർട്ടിക്കിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കതൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ്. മാസ് m എന്ന് തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് y is equal to എന്താണ്, ut plus half gt square എന്ന് തന്നിട്ടുണ്ട് അല്ലെ, gt square. ഈ ഇക്വേഷനിൽ നിന്ന് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫോഴ്സ് F is equal to നമുക്ക് അറിയാം m into a ആണ് അല്ലെ. മാസ് m എന്ന് തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ തന്നിട്ടില്ല. അപ്പൊ ആക്സിലറേഷൻ ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയാം y എന്ന് പറയുന്നത് പൊസിഷൻ ആണ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് ആണല്ലോ. ഡിസ്പ്ലേസ്മെന്റിൽ നിന്ന് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, വെലോസിറ്റി എന്ന് പറയാം. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ എന്ത് ചെയ്യുക, ഡെറിവേറ്റീവ് എടുക്കുക, dy ഡിവൈഡഡ് ബൈ dt അല്ലെ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എടുത്തു. അപ്പോ ഇവിടെ ടൈം ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, d ബൈ ഡി ടി ഓഫ് എങ്ങനെ എഴുതാം, u ഇൻറ്റു ടി എന്ന് എഴുതാം. പ്ലസ് ഹാഫ് കോൺസ്റ്റന്റ് ആണ്, ഹാഫ് കോൺസ്റ്റന്റ് ആണ്, g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്തേക്ക് എടുത്തു. ഇനി d ബൈ ഡി ടി ഓഫ് എന്തായിട്ട് എടുക്കാം, ടി സ്ക്വയറിന് എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമുക്കിത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. വെലോസിറ്റി v is equal to u നെ നമ്മൾ പുറത്തേക്ക് എടുത്തു അല്ലെ. ഇനി dt ബൈ dt എന്നാണ് അവിടെ വരിക, dt ഡിവൈഡഡ് ബൈ dt അല്ലെ. u നെ ഔട്ട്സൈഡിലേക്ക് എടുത്തു അല്ലെ, u നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കി എന്തേ ഉള്ളൂ, dt ബൈ dt. ഡിറ്റിയും ഡിറ്റിയും ക്യാൻസൽ ആയി പൊക്കോളും. പ്ലസ് ഹാഫ് ഇൻറ്റു ജി ഇൻറ്റു ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എത്രയായിട്ടാ വരിക അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് d ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു n ഇസ് ഈക്വൽ ടു n ഇൻറ്റു എക്സ് റൈസ് ടു n മൈനസ് 1. ഓക്കെ, എന്ന് പറയുന്നതിനനുസരിച്ച് ഇവിടെ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ എന്തായിട്ട് വരും, ടി സ്ക്വയർ ആണ്. അപ്പൊ 2 ഇൻറ്റു ടി റൈസ് ടു 2 മൈനസ് 1 എന്ന് വരും. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും വെലോസിറ്റി എടുത്തെഴുതാം. വെലോസിറ്റി ഇസ് ഈക്വൽ ടു യു, ഡിറ്റിയും ക്യാൻസൽ ആയി പോയി. പ്ലസ് എന്തായിട്ട് ഈ 2 ഈ 2ലേക്ക് ക്യാൻസൽ ആയി. അപ്പൊ g ഇൻറ്റു ടി റേസ് ടു 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, ടി ആണ് അല്ലെ. ടി റേസ് ടു 2 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മൈനസ് 1 ഇസ് ഈക്വൽ ടു 1. അപ്പൊ ടി റേസ് ടു 1 ആണ്. അപ്പൊ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ആ ഇക്വേഷനെ ഡെറിവേറ്റീവ് എടുത്തു വിത്ത് റെസ്പെക്ട് ടു ടൈം. ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായിട്ട് കിട്ടി, വെലോസിറ്റി കിട്ടി. ഇനി വെലോസിറ്റിയിൽ നിന്ന് ആക്സിലറേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സിലറേഷൻ. ഒന്നുകൂടെ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം, ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു അല്ലെ, ഡി വി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു, ഇവിടെ ടൈം ഇല്ല അല്ലെ, വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ടൈം ഇല്ലാത്തത് കൊണ്ട് ഈ ടേം എന്തായി, കോൺസ്റ്റന്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് യു ഇസ് ഈക്വൽ ടു 0 പ്ലസ് എന്തായിട്ട് എടുക്കാം, ജി ഇൻറ്റു അല്ലെ, ജി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടി. ഡെറിവേറ്റീവ് ഓഫ് ടി എന്ന് പറയുമ്പോൾ നമ്മൾ അത് എന്തായിട്ട് എടുക്കാം, ഡെറിവേറ്റീവ് ഓഫ് ടി എന്ന് പറയുമ്പോൾ
ടി അല്ലെ 1 ഇൻറ്റു ടി റേസ് ടു 0 എന്ന് വരും അല്ലെ 1 ഇൻറ്റു ടി റേസ് ടു 1 മൈനസ് 1 ടി റേസ് ടു 1 അല്ലേ അല്ലെങ്കിൽ ഡി ടി ബൈ ഡി ടി അങ്ങനെ എഴുതാം. ഓക്കെ 1 ഇൻറ്റു ടി റേസ് ടു 1 മൈനസ് 1 എഴുതുന്നതിനേക്കാളും ഡി ടി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് എഴുതാം. ഓക്കെ അപ്പൊ ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി നമ്മൾ എടുക്കുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് ഇനിഷ്യൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്തായിട്ട് പോകും 0 ആയിട്ട് വന്നു. അപ്പൊ ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എ അല്ലെ ജി ഇൻറ്റു ഡി ടി ബൈ ഡി ടി എത്രയായിട്ടാ വരിക 1 ആയിട്ട് വന്നു. അപ്പൊ ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ജി. അപ്പൊ ഇവിടെ ആക്സിലറേഷൻ ഡെറിവേറ്റീവ് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ. അപ്പൊ എ ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ എന്തെന്ന് കൊടുക്കാം ജി എന്ന് കൊടുക്കാം. ഓക്കെ അപ്പോ നമ്മുടെ ഫോഴ്സ് എന്തായിട്ട് വരും ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു മാസ് എം ഇൻറ്റു അല്ലെ മാസ് എം ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു എക്ക് പകരം എന്തായിട്ട് എഴുതാം ജി എന്ന് എഴുതാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എന്തായിട്ടാ കിട്ടുക എം ഇൻറ്റു ജി. അപ്പൊ തേർഡ് ഇക്വേഷനിൽ അല്ലെ തേർഡ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫോഴ്സ് അല്ലെ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്ന. ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം ഡിറൈവ് ചെയ്ത് എന്ത് കണ്ടുപിടിക്കണം ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ തന്നിരിക്കുന്നതിൽ അല്ലെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഏതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് എന്നുള്ള കേസ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാം ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ജി ആണ് എന്നുള്ള കേസ് എഴുതാനായിട്ട് പറ്റും. ഓക്കെ അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യാം മാർക്കിനനുസരിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇതിനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യാം ഒന്നു അല്ലെ അപ്പൊ വെലോസിറ്റി കിട്ടും. വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആ വെലോസിറ്റിയുടെ ഒന്നുകൂടെ എന്ത് ചെയ്യുക ഡെറിവേറ്റീവ് എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആക്സിലറേഷൻ അല്ലെ എ ഇസ് കിട്ടും ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ജി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്താണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇമ്പൾസ് എന്ന് പറയുന്നത് അല്ലെ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു large force acting in a short interval of time. Large force acting in a short interval of time നെയാണ് നമ്മൾ എന്തെന്ന് പറയുക ഇമ്പൾസ്. ഇവിടെ നമുക്കറിയാം എന്താ ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ആണെന്ന് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ്. അപ്പൊ ഡി പി ബൈ ഡി ടി ഇൻറ്റു നമുക്ക് എങ്ങനെ എഴുതാം ഡി ടി. ഇവിടെ ഡി ടി ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ എന്തായിട്ട് വരും ഡി പി എന്ന് വരും. ഓക്കെ അപ്പൊ എന്തായിട്ട് നമുക്ക് എഴുതാം ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം അല്ലെ. ഇമ്പൾസ് എന്ന് പറയുന്നത് എന്താണ് ഡി പി ആണ്. ഡി പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു എന്തായിട്ട് വരാം അല്ലെ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് നമുക്ക് പറയാം. ഓക്കെ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുമ്പോൾ നമുക്ക് മാസ് എം ആണ് വെലോസിറ്റിക്കാണ് ചേഞ്ച് ഉണ്ടാവുക. അപ്പൊ വി മൈനസ് യു ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കേസാണ്. എം ഇൻറ്റു വി മൈനസ് യു അല്ലെങ്കിൽ ജസ്റ്റ് ഡി പി എന്ന് എഴുതിയാൽ മതി. ചേഞ്ച് ഇൻ മൊമെന്റം ആണ് ഇമ്പൾസ് അത്ര എഴുതിയാൽ മതി. ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സർക്കുലർ റേസ് ട്രാക്ക് ഓഫ് റേഡിയസ് 300 മീറ്റർ ഈസ് ബാങ്ക്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 15 ഡിഗ്രി അല്ലെ. അപ്പൊ സർക്കുലർ ട്രാക്ക് ആണ് തന്നിരിക്കുന്നത്. അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് ബാങ്കിങ് ആംഗിൾ തന്നിട്ടുണ്ട് 15 ഡിഗ്രി ആണ്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയർ ആൻഡ് ദ റോഡ് ഈസ് 0.2. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ മാക്സിമം അല്ലെ ഒപ്റ്റിമം സ്പീഡ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ മാക്സിമം പെർമിസിബിൾ സ്പീഡും കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഒപ്റ്റിമം സ്പീഡ് കണ്ടുപിടിക്കാം. ഒപ്റ്റിമം സ്പീഡ് എന്ന് പറയുമ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഇസ് ഈക്വൽ ടു 0 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഒപ്റ്റിമം സ്പീഡിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക v ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. ഓക്കെ ഒപ്റ്റിമം സ്പീഡ് ഏതായിട്ടാ വരിക റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒപ്റ്റിമം സ്പീഡിന്റെ ഇക്വേഷൻ. അവിടെ മ്യൂ ഇസ് ഈക്വൽ ടു എന്തായിട്ട് കൊടുക്കും അല്ലെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0 ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഓക്കെ ഒപ്റ്റിമം സ്പീഡ് ആണ് ചോദിക്കുന്നതെങ്കിൽ ആ രീതിയിൽ എടുക്കുക. റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റയാണ്. ഇനിയിപ്പൊ നമുക്കറിയാം അല്ലെ റേഡിയസ് ഓഫ് ദ അല്ലെ ബാങ്ക് റോഡ് നമുക്കറിയാം എത്രയാണ് 300 മീറ്റർ. 300 ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു 10 ആണ് ഇൻറ്റു ടാൻ എത്രയാ വരിക ടാൻ 15 ആണ് അല്ലെ ടാൻ 15. ഓക്കെ ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 3000 ഇൻറ്റു ടാൻ 15 ന്റെ വാല്യൂ 0.2679 ആണ്.
ഓക്കെ, സോൾവ് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്നത് 28.34 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ഓക്കെ, 28.34 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് എന്തെന്ന് കിട്ടുക, ഒപ്റ്റിമം സ്പീഡ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചെഴുതുക. ഒപ്റ്റിമം സ്പീഡ് മിക്കവാറും ചോദിക്കാറുണ്ട്. ഒപ്റ്റിമം സ്പീഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇക്വേഷൻ ഏതാണ്? √RG tan θ ആണ്. ഓക്കെ, രണ്ടാമത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ മാക്സിമം പെർമിസിബിൾ സ്പീഡ് ആണ്. മാക്സിമം പെർമിസിബിൾ സ്പീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഉള്ള കേസിലാണ് നമ്മൾ ഇക്വേഷൻ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ മാക്സിമം പെർമിസിബിൾ സ്പീഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എടുക്കാം. സ്പീഡ് B is equal to √RG into mu plus tan theta divided by mu plus tan theta divided by 1 minus mu tan theta. 1 minus mu tan theta ആണ്. ഇത് ഡിറൈവ് ചെയ്യാനായിട്ട് 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് √RG into mu plus tan theta divided by 1 minus mu tan theta. അതുപോലെ തന്നെ പ്രോബ്ലം ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട് അല്ലെ. ഡിറൈവ് ചെയ്യാൻ പറയും, എന്നിട്ട് അതിനനുസരിച്ച് എന്തോരം ഒരു പ്രോബ്ലം കൂടെ തരും. അങ്ങനെയാണ് സാധാരണ ക്വസ്റ്റ്യൻ വരാറ്. അപ്പൊ നമുക്ക് അറിയാലോ, ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം കൊടുത്താൽ മതി. √R എന്ന് പറയുമ്പോൾ 300 into G 10 ആണ് into mu 0.2 പ്ലസ് അല്ലെ tan θ എന്ന് പറയുമ്പോൾ tan 15 ആണ്. tan 15ന്റെ വാല്യൂ നമുക്കറിയാം 0.2679. 0.2679 ഡിവൈഡഡ് ബൈ 1 മൈനസ് mu. mu എന്ന് പറയുമ്പോൾ എത്രയായിട്ടാ വരിക? 0.2 into tan 15 0.2679. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ വാല്യൂസും നമുക്ക് അറിയാം. വാല്യൂസ് എല്ലാം അറിയാവുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്തെടുക്കാം. അപ്പൊ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 38 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, ഒന്ന് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 38 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടുക. അപ്പൊ വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമുക്ക് അറിഞ്ഞിരിക്കണം ഇക്വേഷൻ എന്താണെന്നുള്ളത്. ഒപ്റ്റിമം സ്പീഡിന്റെ ഇക്വേഷനും അറിയണം, അതുപോലെ തന്നെ മാക്സിമം പെർമിസിബിൾ സ്പീഡിന്റെ ഇക്വേഷനും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്കൊരു ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. യൂസിംഗ് ദ ഗ്രാഫ് സ്റ്റേറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ഓർ ഫോൾസ് ആണോ എന്നുള്ള കേസാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഫോഴ്സ് ആക്ടിങ് അലോങ് AB is a constant. ABയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഗ്രാഫ് ഫോഴ്സ് വേഴ്സസ് ഫോഴ്സും അതുപോലെ തന്നെ എന്താണ് വിത്ത് റെസ്പെക്ട് ടു ടൈമിന് ടൈമും തമ്മിലുള്ള ഗ്രാഫ് ആണ്. ഇവിടെ ഫോഴ്സ് ആക്ടിങ് അലോങ് AB is a constant. ABയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ് എന്നാണ് പറയുന്നത്. ശരിയല്ലേ? നോക്കിയേ, ഫോഴ്സ് AB എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ഈ 0 എന്ന് പറയുന്ന ടൈമില് നമുക്ക് കിട്ടുന്ന ഫോഴ്സ് 3 ന്യൂട്ടൺ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഇവിടെ കിട്ടുന്ന ഫോഴ്സ് 1 സെക്കൻഡ് കിട്ടുന്ന ഫോഴ്സും അത് തന്നെയായിരിക്കുമല്ലോ ഈ C എന്ന് പറയുന്ന പൊസിഷനിൽ കിട്ടുന്ന ടൈമിൽ കിട്ടുന്ന C എന്ന് പറയുന്ന 2 സെക്കൻഡ് ആണെങ്കിൽ ആ 2 സെക്കൻഡിൽ കിട്ടുന്ന ഫോഴ്സും എന്ത് തന്നെയായിരിക്കും? 3 ന്യൂട്ടൺ ആയിരിക്കും. അപ്പൊ ഇവിടെ ഫോഴ്സ് എങ്ങനെയാണ്? ഫോഴ്സ് ആക്ടിങ് അലോങ് AB എന്താണ്? കോൺസ്റ്റന്റ് ആണ് അവിടെ ഹൊറിസോണ്ടൽ ലൈൻ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫോഴ്സ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ് എന്ന് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫോഴ്സ് ആക്ടിങ് അലോങ് CD is 0. CDയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 0 ആണെന്നാ. അപ്പൊ നോക്കിക്കേ, CD എന്ന് പറയുന്ന ഈ പോർഷൻ ആണ് CD. അപ്പൊ അവിടുത്തെ ഫോഴ്സ് ഫോഴ്സ് എത്രയാണ്? CDക്ക് കറസ്പോണ്ടിങ് ഫോഴ്സ് എത്രയാണ്? ഫോഴ്സ് 0 ആണ് ആണല്ലോ. അപ്പൊ ഫോഴ്സ് ആക്ടിങ് അലോങ് CDയും എങ്ങനെ തന്നെയാണ്? 0 ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും എങ്ങനെയാണ്? ട്രൂ ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന ഫോഴ്സ് ആക്ടിങ് അലോങ് AB is a constant. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റില് ഫോഴ്സ് ആക്ടിങ് അലോങ് CD is equal to 0. രണ്ട് സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഓക്കെ, find the position on the graph at which the body moves with constant momentum. കോൺസ്റ്റന്റ് മൊമെന്റം ആവണമെങ്കിൽ നമ്മളൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നു. എങ്ങനെയാണ്? മൊമെന്റം is equal to a constant. എപ്പോഴാണ്? ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി is equal to 0. അപ്പൊ ഫോഴ്സ് 0 ആകുന്ന കേസിലാണ് ഫോഴ്സ് 0 ആയിരിക്കുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം is equal to എന്തായിരിക്കും? 0.
അങ്ങനെയാണെങ്കിൽ പി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? മൊമെന്റം ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പൊ മൊമെന്റം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഫോഴ്സ് സീറോ ആയിരിക്കണം. ഫോഴ്സ് സീറോ വന്നിരിക്കുന്ന ഏത് പോർഷൻ ആണ്? സി ഡി എന്ന് പറയുന്ന പോർഷനിലാണ് ഫോഴ്സ് എന്തായിട്ട് വരിക? സീറോ ആയിട്ട് വരിക. ഓക്കെ ആണല്ലോ. അപ്പൊ സി ഡി നമുക്ക് ആൻസർ എഴുതാം. ഏത്? ഇതിന് ആൻസർ ആയിട്ട് വരുന്ന സി ഡി എന്ന് പറയുന്ന പോർഷനിലാണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ഡ്രോ എ മൊമെന്റം ടൈം ഗ്രാഫ് യൂസിങ് ദ എബോവ് ഗ്രാഫ്. ഈ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് അല്ലെ, നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഈ ഗ്രാഫ് യൂസ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്? മൊമെന്റം ടൈം ഗ്രാഫ് വരയ്ക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഗ്രാഫ് അല്ലെ, ഗ്രാഫില് ഇവിടെ എന്താണ്? എ ബി എന്ന് പറയുന്ന പോർഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ് അല്ലെ. അവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. മൊമെന്റം ആണ് ചോദിച്ചിട്ടുള്ളത്, മൊമെന്റം ടൈം ഗ്രാഫ് ആണ് അല്ലെ. അപ്പോ അല്ലെങ്കിൽ നമുക്ക് എഴുതാം എഫ് ഇസ് ഈക്വൽ ടു എന്തായിട്ട് എഴുതാം? ഡി പി ബൈ ഡി ടി ആണ്. ഓക്കെ, ഡി പി ബൈ ഡി ടി ആണ് ഫോഴ്സിന്റെ ഇക്വേഷൻ. ഫോഴ്സ് എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ആണ്. ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അല്ലെ, ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡി പി ബൈ ഡി ടിയും എങ്ങനെയായിരിക്കണം? ഡി പി ബൈ ഡി ടി എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ആണ് അല്ലെ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കോൺസ്റ്റന്റ് ആവണമെങ്കിൽ ഗ്രാഫ് എങ്ങനെ വരണം? ഇവിടെ നമുക്ക് അറിയാം അല്ലെ, ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. ഡി പി ബൈ ഡി ടി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ സ്ലോപ്പ് എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ, ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എപ്പോഴും എന്തായിരിക്കണം? കോൺസ്റ്റന്റ് റേറ്റിൽ വരണം. കോൺസ്റ്റന്റ് ആവണമെങ്കിൽ അവിടെ എന്തായിട്ടേ വരുള്ളൂ? അപ്പൊ നമ്മൾ ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ നോക്കി, ഇതൊരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ആണെങ്കിൽ ആ സ്ട്രേറ്റ് ലൈൻ ഗ്രാഫിന്റെ സ്ലോപ്പ് എപ്പോഴും എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആണ് അല്ലെ. അപ്പോൾ ഡി പി ബൈ ഡി ടി കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ലോപ്പ് എപ്പോഴും എന്തായിരിക്കണം? കോൺസ്റ്റന്റ് റേറ്റിൽ വരണം. അപ്പൊ അതുകൊണ്ട് ഇതെപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് വരണമെങ്കിൽ, ഡി പി ബൈ ഡി ടി കോൺസ്റ്റന്റ് ആവണമെങ്കിൽ ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആയേ പറ്റൂ. ഇനി നമുക്ക് എന്തായിട്ട് പറയാം അല്ലെ, സി ഡി എന്ന് പറയുന്ന പോർഷൻ. അപ്പൊ സി ഡി എന്ന് പറയുന്ന പോർഷനിൽ ഫോഴ്സ് സീറോ ആണ്. ഫോഴ്സ് സീറോ ആണെങ്കിൽ ഇവിടെ എത്രയായിട്ട് വരും അല്ലെ? ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു സീറോ. ദെൻ പി ഇസ് ഈക്വൽ ടു എന്തായിരിക്കണം? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ ആ റീജിയൻ കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും? കോൺസ്റ്റന്റ് ആയിട്ട്, മൊമെന്റം കോൺസ്റ്റന്റ് ആയിട്ട് വരും. ഓക്കെ, സി ഡി എന്ന് പറയുന്ന പോർഷനിൽ എന്തായിരിക്കും? മൊമെന്റം കോൺസ്റ്റന്റ് ആണ്, പി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ ആണല്ലോ. ഡി പി ബൈ ഡി ടി കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മൊമെന്റത്തിന് ഉണ്ടാവുന്ന ചേഞ്ച് എപ്പോഴും എങ്ങനെയായിരിക്കണം? കോൺസ്റ്റന്റ് റേറ്റിലായിരിക്കണം. അപ്പൊ അതൊരു യൂണിഫോം ആണ് അല്ലെ. ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ആണ് വരിക. സ്ട്രേറ്റ് ലൈൻ ഗ്രാഫിനാണല്ലോ ആ റേറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് വരിക. അപ്പൊ ആ സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് പിന്നെ എന്ത് വരും? സി ഡി എന്ന് പറയുന്ന പോർഷനിൽ പി കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, I think these questions are clear for you. If you like this video, please subscribe and enable the bell button. Thank you.